വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് അംഗനവാടി ജീവനക്കാരുടെ സമരവും സെക്രട്ടറിന് മുമ്പിൽ ആരംഭിച്ചിരിക്കുകയാണ്. INTUCയുടെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ സമരം സെക്രട്ടറിന് മുമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 17 മുതലാണ് സെക്രട്ടറിന് മുമ്പിൽ ഇവരുടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്? മിനിമം വേതനം 21,000 രൂപ വർക്കർക്കും ഹെൽപ്പർക്ക് 18,000 രൂപയും ആക്കുക എന്നുള്ളതാണ്. മെയിനായിട്ടും ഗവൺമെൻറ് ജോലിക്കാരെ ഞങ്ങളെ അംഗീകരിക്കുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ആവശ്യം. അതുപോലെ ഞങ്ങൾക്ക് ESI ആനുകൂല്യം അനുവദിക്കുക, പെൻഷൻ 5,000-ഉം 3,500-ഉമായിട്ട് കൂട്ടുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രത്യേകമായിട്ടും പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ കാലഹരണപ്പെട്ടതാണ്. അതിന് പകരമായി പുതിയ ഫോൺ ഞങ്ങൾക്ക് അനുവദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് പറയുന്നത്. പിന്നെ പെൻഷൻ ആനുകൂല്യം പിരിഞ്ഞു പോയവർക്കൊന്നും ഇതുവരെയും പെൻഷൻ ആനുകൂല്യം കൊടുത്തിട്ടില്ല. ഞങ്ങളിൽ നിന്നും അവർ വെച്ചിരിക്കുന്ന ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് അവർ കൊടുക്കേണ്ടത്. ആ പൈസയും അവർ വകമാറ്റി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോയവർക്കായിട്ടുള്ള ആ പൈസയും പെൻഷൻ ആനുകൂല്യവും തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ സമരം. എങ്ങനെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത്? ഇപ്പം ഓരോ ദിവസവും ഓരോ ജില്ലയിലെ ആൾക്കാരാണോ സമരത്തിൽ പങ്കെടുക്കുന്നത്? അതെ, ഓരോ ദിവസവും ഓരോ ജില്ലയിൽ നിന്നുള്ളവരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. തുടക്ക ദിവസം തിരുവനന്തപുരം ജില്ലയായിരുന്നു, രണ്ടാമത്തെ ദിവസം ഇന്നലെ എറണാകുളം ജില്ലയായിരുന്നു, ഇന്ന് ഇടുക്കി ജില്ലയും തൃശ്ശൂർ ജില്ലയും ചേർന്നാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്? ഇന്ന് അല്ല, ഞാൻ എറണാകുളം ജില്ലയാണ്. ഇന്നിപ്പോൾ പോവും. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ജോലി ഭാരങ്ങളുണ്ട്. ഞങ്ങൾക്ക് മറ്റേ പോഷൻ ട്രാക്കർ ചെയ്യണം, പിന്നെ പിള്ളേരുടെ തൂക്കം എടുക്കണം, പിള്ളേരുടെ പോഷകാഹാരം കൊടുക്കണം, ഗർഭിണികളുടെ കാര്യം നോക്കണം. ഞങ്ങൾക്ക് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ശമ്പളം അങ്ങനെയല്ല. നമ്മുടെ രക്ഷകർത്താക്കൾ വന്നാലും ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, എന്തുകൊണ്ടാണ് സർക്കാർ ശമ്പളം കൂടി തരുന്നില്ല, നിങ്ങൾ സമരത്തിന് പൊക്കോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രയും നാളും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 33 വർഷം ജോലി ചെയ്തിട്ടും ഇന്ന് വരെ ശമ്പളത്തിൻ്റെ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. ആകെ ഈ 12,000 രൂപ കിട്ടിയിട്ട് ഞങ്ങളുടെ കുടുംബം നോക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇപ്പോൾ വിലയൊക്കെ എന്തോരം സാധനങ്ങൾക്കൊക്കെ വില കൂടി. അപ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അംഗനവാടിക്കാർ അനുഭവിക്കുക. പിന്നെ ഇടുക്കിയിൽ നിന്നൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത്തിരി ശമ്പളം കൂട്ടണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഈ സമരം ഇനി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി സമരത്തിൻ്റെ പുറയിലേക്ക് ഞങ്ങളില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ അംഗൻവാടി അടയ്ക്കാതെ ഒരാൾ അവിടെ അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ശമ്പളം വർധന ഉണ്ടായില്ല. ഈ സമരം മുന്നോട്ട് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഞങ്ങൾ അംഗൻവാടി അടച്ചിട്ടിട്ടാണെങ്കിലും സമരം ചെയ്യും. കാരണം ഞങ്ങളുടെ ഭാവിയിലുള്ളവർക്കാണെങ്കിലും ഇത് ഗുണപ്രദമാകണം എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഞങ്ങളുടെ ശമ്പളം 3 ഗഡുക്കളായിട്ടാണ് കിട്ടുന്നത്. 3 ഗഡുക്കളായിട്ട് കിട്ടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ വാട്ടർ ബില്ല് അടയ്ക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, പച്ചക്കറി വാങ്ങണം. ഇതെല്ലാം ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നാണ് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ 3 ഗഡുവായിട്ട് കിട്ടുമ്പോൾ ആദ്യത്തെ ഗഡു കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം അടയ്ക്കാനുള്ളതാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. പച്ചക്കറി നിർബന്ധമായിട്ട് വാങ്ങിക്കണം. അതോടൊപ്പം പാല്, മുട്ട, ഇതൊക്കെ ഞങ്ങൾക്ക് 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് മാറിക്കിട്ടുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള 12,000 രൂപ കിട്ടുന്നതിൽ ഇത്രയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വകമാറ്റി പോകുമ്പോൾ ഞങ്ങൾക്ക് ആ മാസം തന്നെ ശമ്പളം ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളുടെ പെൻഷൻ തുക ഇതുവരെ കൂട്ടിയിട്ടില്ല. പെൻഷൻ ആയവർക്ക് ഇതുവരെ ആ ക്ഷേമനിധിയിൽ നിന്ന് എടുത്ത പൈസയാണ് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ഞങ്ങളെപ്പോലെ ഈ ശമ്പളം 62 വയസ്സ് വരെ പണി ചെയ്തിട്ട് പെൻഷനായിട്ടിരിക്കുന്നവർക്കൊരു മരുന്ന് വാങ്ങാൻ പോലും ഇന്നത്തെ കാലത്ത് പൈസ കിട്ടുന്നില്ലെന്ന് പറയുമ്പം അത് വേദനാജനകമാണ്. അതാണ് ഞങ്ങളെക്കൊണ്ട് ഈ സമയത്ത് ഈ സമരത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ സമരമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും, ഉറപ്പായിട്ടും പോകും. കാരണം ഞങ്ങളുടെ അവസ്ഥ മോശമാണ്. അതാണ് വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടറിന് മുമ്പിൽ ഈ അംഗനവാടി ജീവനക്കാരുടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. മിനിമം വേതനം 21,000 രൂപ ആക്കണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അംഗനവാടികൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമര പരിപാടിയിലേക്കൊക്കെ ഇവർ പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ പത്മവാനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.